നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ആരുടെ കൂടെയാണോ ഭഗവാനുള്ളത് അവരെ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. പരീക്ഷണങ്ങളും ദുഃഖങ്ങളും വേദനകളും അവർ സഹിക്കേണ്ടി വന്നേക്കാം. എന്നാൽ അവസാനം അവരെ കാത്തിരിക്കുന്നത് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളുമായിരിക്കും. പാണ്ഡവർക്ക് തുണയായി കേവലം കൃഷ്ണനേ ഉണ്ടായിരുന്നുള്ളൂ. എന്തെല്ലാം വേദനകൾ അവർ സഹിച്ചു. പക്ഷേ സദാ ഭഗവാൻ അവരെ രക്ഷിക്കാനുണ്ടായിരുന്നു. അവസാനം പാണ്ഡവർ മാത്രമേ അവശേഷിച്ചുള്ളൂ. സർവ സുഖങ്ങളിലും ഐശ്വര്യങ്ങളിലും ജീവിച്ച അഹങ്കാരികളും പാപികളുമായ ഒരു കൗരവൻ പോലും അവശേഷിച്ചില്ല. കൃഷ്ണൻ അർജുനനോടും ദുര്യോധനനോടും പറഞ്ഞു, യുദ്ധത്തിൽ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ലാത്ത നാരായണീയ സേനയെ ഒരാൾക്ക് തരാം. മറുവശത്ത് ഒരായുധം പോലും എടുക്കാത്ത ഞാനും. രണ്ടിലേതു വേണം? ദുര്യോധനൻ ചിന്തിച്ചു. ആയുധം കൈകൊണ്ടു തൊടാത്ത കൃഷ്ണനെ കിട്ടിയിട്ട് എന്ത് കാര്യം? എനിക്ക് നാരായണീയ സേന മതി. അർജുനൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, കൃഷ്ണനെ മാത്രം മതി. കാരണം അർജുനൻ അറിയാം കൃഷ്ണൻ ആരാണെന്ന്. ഇന്നുള്ള മനുഷ്യർക്കും ഐശ്വര്യവും പണവും ധനവും സുഖസൗകര്യങ്ങളും ആർഭാടങ്ങളും അങ്ങനെ പലതും വേണം ഭഗവാനിൽ നിന്ന്. എന്നാൽ എനിക്ക് മറ്റൊന്നും വേണ്ട, കേവലം ഭഗവാന്റെ സ്നേഹം മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എല്ലാവരും പ്രാർത്ഥിക്കുന്നു, മന്ത്രം ജപിക്കുന്നു, വഴിപാടുകളും നേർച്ചകളും നടത്തുന്നു. എന്തിനു വേണ്ടി? ഭഗവാനിൽ നിന്ന് എന്തെങ്കിലും ആഗ്രഹിച്ചു മാത്രം. അല്ലാതെ ഭഗവാനോടുള്ള ഭക്തിയല്ല, സ്നേഹമല്ല. ഭജിക്കൂ. ഓം ആദി വിരാട് പുരുഷായ നാരായണായ നമോ നമഃ. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖമാപ്നുയാത്. കൃഷ്ണ ഗുരുവായൂരപ്പ കാത്തുരക്ഷിക്കണേ. നന്ദി.